ഇത്രയും വലിയ കാർമേഘം നല്ല മേഘങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ കുതിച്ചു കയറുകയാണ്. നിങ്ങൾക്കറിയാമോ, പെട്ടകത്തിൽ നിന്ന് രക്ഷപ്പെട്ട, ജലപ്രളയത്തിന് ശേഷം പെട്ടകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദേവപുരുഷനായ നോഹയോട് ദൈവം പറഞ്ഞു, ഇനി ഭൂമിയെ ഞാൻ വെള്ളം കൊണ്ട് നശിപ്പിക്കില്ല. അതിനുള്ളൊരു അടയാളമാണ് മഴവില്ല് എന്ന് പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാലങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ അത് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ മുൻപ് എടുത്തൊരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനൊരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാലങ്ങൾക്ക് ശേഷവും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ദൈവം തന്റെ വാഗ്ദത്തം ഇപ്പോഴും നിവർത്തിക്കുകയാണ്. ആ അടയാളം വീണ്ടും ആകാശത്ത് ഉയരുകയാണ്. ഇതൊക്കെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ദൈവമുണ്ട് എന്നുള്ള വലിയൊരു സത്യമാണ്. അതേ, സൃഷ്ടാവ് നമ്മെ കാക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത സത്യം ഇപ്പോഴും അവൻ ഓർക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓർക്കുന്ന അതേ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, വാക്കുമാറാത്തൊരു ദൈവം നമുക്കുണ്ട്. നമ്മളെല്ലാവരും ദിവസേന കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാക്കുമാറാത്തവന്റെ വാക്കുകളാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വാക്കുമാറുന്ന ദൈവമല്ല, മനുഷ്യരെ പോലെ പാതി വഴിയിൽ ഇട്ടുപോകുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പാലിക്കുന്ന ദൈവമാണ്. അതിൻ്റെയൊക്കെ അടയാളമാണ് മഴവില്ല് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ മാത്രം ഉറച്ചിരിക്കുക. നമ്മുടെ മേലൊക്കെ ദൈവത്തിന്റെ ഒരു പ്രോമിസ് ഉണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട്. പക്ഷെ അതിനൊരു സമയമുണ്ട്. ആ സമയം വരുമ്പോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയിലും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അത്യന്ത മനോഹരമായ രീതിയിൽ ദൈവം അതിനെ ചെയ്യും. ദൈവത്തിന്റെ കൊടിക്കീഴിൽ താണിരിക്കുക. ദൈവവുമായി 8-10 ബന്ധമല്ല, പൂർണ്ണമായും 10-10 ബന്ധത്തിൽ നമുക്ക് പോകാം. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. മഴ വരുന്നുണ്ട്.